വിഴിഞ്ഞത്ത് കിടന്ന അതിദാരുണമായ സംഭവം എല്ലാ ആൾക്കാരും അറിഞ്ഞുകൊണ്ടായിരിക്കും. അനന്തു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, BDS ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകാൻ ഇറങ്ങി ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ആണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കരിങ്കല്ലുമായിട്ട് പോകുന്ന ലോറിയിൽ നിന്നും കരിങ്കല്ല് തെറിച്ച് തലയിൽ വീണിട്ടാണ് ഈ വിദ്യാർത്ഥി മരണപ്പെട്ടത്. എന്തൊരവസ്ഥയാണെന്ന് നോക്കിയേ. BDS ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. എന്നും പോകുന്നതിൻ്റെ കൂട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതാണ്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് തെറ്റ്? ആർക്കെതിരെ സർക്കാർ കേസെടുക്കും? 12 ടൺ മാത്രം കയറ്റി പോകേണ്ട ലോറിയിൽ 32 ടൺ വെയിറ്റുമായിട്ടാണ് ഈ ലോറി പോയത്. അദാനിക്കെതിരെ കേസെടുക്കുമോ? അതോ ആ ലോറി ഡ്രൈവർക്കെതിരെ കേസെടുക്കുമോ? അതോ ലോറി പിടിച്ച് കസ്റ്റഡിയിലിടുമോ? പോയപ്പോൾ ആർക്ക് പോയി? ആ കുടുംബത്തിന് പോയി. ആ വീട്ടിലുള്ളത് ഒരു പെൺകുട്ടിയും അതേപോലെ ഈ അനന്തു എന്ന് പറഞ്ഞ പയ്യനും അച്ഛനും അമ്മയുമാണ്. 4 ആൾക്കാരാണ് ഈ കുടുംബത്തിലുള്ളത്. അച്ഛനും മോളും പുറത്തെങ്ങാണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ടുകൾ. എന്തായാലും ഈ അമ്മയും ഈ പയ്യനും മാത്രമായിരുന്നു വീടുണ്ടായിരുന്നത്. എന്നും രാവിലെ പോകുന്നതിൻ്റെ കൂട്ടനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ്. പിന്നെ കൊണ്ടുവരുന്നത് ഈ അവസ്ഥയിലാണ്. എന്തായാലും ചർച്ചകളൊക്കെ വലിയ രീതിയിൽ പുരോഗമിക്കുന്നു. ഇപ്പോൾ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ അനന്തുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞ് വലിയൊരു സമരവും കാര്യങ്ങളൊക്കെ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാരെല്ലാം വലിയ പ്രക്ഷോഭത്തിലാണ്. ഇപ്പോൾ ചർച്ചയെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ആര് നഷ്ടപരിഹാരം കൊടുക്കും? സർക്കാർ കൊടുക്കുമോ? അത് അദാനി കൊടുക്കുമോ? ആര് ഇത് കൊടുക്കും എന്നുള്ള ഒരു ചർച്ചയിലാണ് ഇപ്പോൾ സർക്കാരും ഇവരും തമ്മിൽ. ഇപ്പോൾ എന്തായാലും ആ ഒരു ചർച്ചയൊക്കെ അടിച്ചു പിരിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട്. ആര് കൊടുക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെയ്ക്കും. നാട്ടുകാരെന്തായാലും എല്ലാം വലിയ പ്രക്ഷോഭത്തിലാണ്. എന്ത് കൊടുത്താലും ഒരാൾക്ക് പകരമാകില്ലല്ലോ. എങ്കിലും കിട്ടേണ്ടത് അവർക്ക് കിട്ടണം. നഷ്ടപരിഹാരം എന്തായാലും അവർക്ക് കിട്ടണം. കാര്യം അതല്ലെന്നുണ്ടെങ്കിൽ അവർ വന്നാൽ അനുശോചനമൊക്കെ രേഖപ്പെടുത്തിയിട്ട് അവരങ്ങ് പോകും, സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഇതിനെതിരെ കേസെടുക്കേണ്ടത് ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇത് കൊണ്ടുപോയ ആൾക്കാരില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ MED എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ നാട്ടിലുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന് പാത്തിരുന്ന് ബൈക്കിനെ ഫോട്ടോ എടുത്ത് ബെൽറ്റ് ഇടാത്ത ആൾക്കാരെ ബെൽറ്റ് കുടിയിപ്പിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാനൊന്നും ഇവർക്ക് ആർക്ക് സമയമില്ല. വലിയ വലിയ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നൊക്കെ പൈസയും മേടിച്ച് അവർക്ക് വേണ്ട ഒത്താശകളും ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഈ MED പോലുള്ള സംവിധാനങ്ങൾ സാധാരണക്കാരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമുള്ള സംവിധാനങ്ങളാണ്. അല്ലാതെ ഇതുകൊണ്ട് സാധാരണക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ഗുണങ്ങളും ഇല്ല. വലിയ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി മാത്രം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം എത്ര നാളായി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പണി തുടങ്ങിയിട്ട്, എത്ര നാളുകൊണ്ട് ഇതേകൊണ്ട് ലോഡുകളൊക്കെ പോകുന്നുണ്ടായിരിക്കും. ഇതൊന്നും ശ്രദ്ധിക്കാൻ ഇവർക്ക് ആർക്ക് സമയമില്ല. ഇവർ പാവം പിടിച്ച ആൾക്കാരെ നെഞ്ചത്ത് കയറി ഹെൽമെറ്റ് ഇട്ടില്ലെന്നും പറഞ്ഞും അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കാൻ ലൈസൻസ് കാണിച്ചില്ല എന്നും പറഞ്ഞും ഒക്കെ പെറ്റിയടിക്കാൻ വേണ്ടി പാത്തിരുന്നും ഓരോ തൂണിൻ്റെ മറയിലൊക്കെ പാത്തിരുന്ന് പെറ്റിയടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അല്ലാതെ ഇങ്ങനെയുള്ള വലിയ വലിയ ടീമുകളൊക്കെ തൊടാൻ ഇവർക്കൊക്കെ പേടിയാണ്. പോയപ്പോൾ ആർക്കാണ് പോയത്? ആ കുടുംബത്തിന് പോയി. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ അനുഭവിക്കാൻ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം പിന്നെയും ബാക്കി.